പോത്തുകൂടിൻ്റെ പച്ചക്കറി വേസ്റ്റ് ഫ്രൂട്ട്സ് എല്ലാം കഴുകി വൃത്തിയാക്കാം. നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങഞ്ചി കുറയ്ക്കട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മേൽനോട്ടം കൊടുത്ത് അമ്മ ഉണ്ടാക്കിയ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പോത്തുകുട്ടന് കൊടുക്കുന്ന ഫുഡാട്ടോ. അതായത് നമ്മുടെ പരിചയക്കാരൻ്റെ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്താലും തിന്നും. നമ്മളെന്ത് ചെയ്യുക, ചെറുതാക്കി അരി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തിന്നാൻ പോവും. വെള്ളരിക്ക അതേപോലെ ഇത് കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ ഇറക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വെള്ളരിക്ക അവിടെ വാർത്ത നല്ല കൂളിയാട്ടോ. ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടേ നമുക്ക് വെള്ളം കൂടെ നിൽക്കാൻ സമയമുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും സമയം ഉണ്ടാവില്ല, ഓട്ടം കൊണ്ട് ഓട്ടമാവും. അപ്പോൾ പിന്നെ വത്തക്ക കേട്ടോ. വത്തക്ക ഓൾറെഡി ഇന്നലെ ഞങ്ങൾ കഴിച്ചതാണ്. അപ്പോൾ അത് ഓൾറെഡി മോനിഷ ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അത് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ചെറിയൊരു വളർക്കൂടെ ഉണ്ട് കേട്ടോ. വഴുതനങ്ങയാണ്, പച്ചക്കറി കടത്തെയാണ്. അതൊക്കെ നല്ലോണം തിന്നു കിട്ടോ. പച്ചക്കറിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഇപ്പോൾ കിട്ടാനില്ല. പണ്ട് നമ്മൾ എടുത്തിരുന്നു, നമ്മൾ പോത്തുള്ള സമയത്ത് എടുത്തിരുന്നു. പിന്നെ പോത്തൊന്നുമില്ലല്ലോ. അതായത് ബീറ്റ്റൂട്ട് കേട്ടോ, അവിടെ വേസ്റ്റ് വരുന്നതാണ്. പോര് ഒഴിവാക്കുന്നത് നമ്മളെന്ത് ചെയ്യും, കവറിലാക്കിയിട്ട് എടുത്ത് പോരും കേട്ടോ. ഉള്ളിൽ നിന്ന് കുഴപ്പമില്ല കേട്ടോ. പുറത്തേക്ക് മാത്രം, പുറത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാൽ കേടുണ്ട് താനും അങ്ങനത്തെ സാധനങ്ങളാവും. പോത്തുകൂടിൻ്റെ പച്ചക്കറി വേസ്റ്റ് ഫ്രൂട്ട്സ് എല്ലാം പാടെ വേണ്ടേ. വാർത്ത ആൾക്കാരെ പേടിപ്പിക്കുന്ന പോലെ കുളിക്കുന്നത് കേട്ടോ. വാ പൊതുവിന് കൊടുത്തോ. ആൾ നല്ല കട്ട വെയിറ്റിങ്ങിലാട്ടോ. നമ്മൾ കളയല്ലേ. പോത്തുകൂട്ടിനവിടെ നമ്മുടെ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറേ മാറ്റിയിട്ടോ നമ്മുടെ കോഴിക്കുട്ടികളുടെ കൂട്. ലാസ്റ്റ് ലിയോൻ്റെ കണ്ണെത്തിട്ടോ. ലിയോ ഉണ്ട് ഇവിടെ. ഫോൺ ഉണ്ടായതുകൊണ്ട് പൂച്ചേൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അവനെ നേരെ ഫ്രണ്ട് തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോഴിക്കുട്ടിയൊക്കെയുള്ള കൂട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മ മുളകും തൈ വെച്ചിരുന്ന ഏരിയ കേട്ടത്. നമ്മുടെ ഗിനിക്കോയാളും തക്കോയാളൊക്കെ എന്ത് ചെയ്തു, മുളക് അതിൽ തീരുമാനമാക്കി. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു കയ്പേൻ്റെ തൈ ഉണ്ട് അവിടെ. അത് ഇവന്മാർ കേടെടുത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. എത്ര ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാക്കും കേട്ടോ. അപ്പോൾ ഏതായാലും കൂടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പൂച്ചയ്ക്കൊന്നും ഭാഗത്ത് കയറാൻ പറ്റൂല എന്ന് വിചാരിക്കണം. പിന്നെ ഈ ലിയോ ഉണ്ട് ഇവിടെ, അവൻ കണ്ടാൽ കുറച്ചോളും. വല പോയി തുറന്നു.
അപ്പോഴേ നമ്മുടെ വീട്ടിൽ ഒരു കാര്യങ്ങളുണ്ടായ സാധനമാട്ടെ ഈ മാങ്ങഞ്ചി. നമ്മൾ ഒരുപാട് വട്ടം ഒഴിവാക്കിയതാണ്. എന്നിട്ടും വലിയ മുടക്കൊന്നുമില്ലാതെ പരിചരണം ഒന്നും ഇല്ലാതെ എന്തായിട്ടുണ്ട്, മാങ്ങഞ്ചി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങഞ്ചി പറിക്കട്ടോ. ഇനി മാങ്ങഞ്ചി കളിച്ചോക്കാം നമുക്ക്. കളിച്ചതൊക്കെ പൊന്തി വന്നു. കോഴിയെ ചിക്കു കോഴിയെ അല്ലമ്മ അതൊക്കെ അതന്നെയാ മാങ്ങഞ്ചിയ മാങ്ങഞ്ചി കൊറേ ഉണ്ടല്ലോ അതാ അതിൻ്റെ ഉള്ളിലൊക്കെ. ചെറിയൊരു വിത്ത് ഇട്ടാ മതി, ഇത് ഇങ്ങനെ ഉണ്ടാവും കൊറേ. അപ്പൊ മേലേക്കുള്ള അതോ അങ്ങനെ ചെടികൾ ഉണ്ടാവില്ല, അതൊന്നും തുമ്മല്ലോ. അതൊക്കെ പോയേ. ഇത് കണ്ടതാ, ഇത് ചെടി ഇത് കണ്ടോ, ചപ്പൊക്കെ പെറുക്കണ്ട്. ഇതിക്ക് പെറുക്കിട്ടാലോ? അങ്ങനെ അല്ല, അതിന്റെ വേര് ഒക്കെ കളയണോ? നമുക്ക് വിത്ത് മാത്രം മതി. ഇതിനോ അതില്ല, ഇതിന് ഇഷ്ടം പോലെ മതി, കൊറച്ചിട്ടാ മതി. അപ്പൊ രസം ഉണ്ടാവുള്ളൂ, കൊറേ ഇട്ടാ രസം ഉണ്ടാവില്ല. ഇവിടെ ഈ ചാക്കൊക്കെ വെച്ചിട്ട് മണ്ണ് ഇങ്ങോട്ട് വന്നടിഞ്ഞിട്ട് നല്ല ഓതം വന്നിട്ടുണ്ട്. അപ്പൊ മണ്ണിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങഞ്ചി കിട്ടിയിട്ടുണ്ട്. ഇനി കഴുകി അച്ചാറിടാം. അപ്പോഴേ നമ്മൾ മാങ്ങഞ്ചിയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ കല്യാണ തലേന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ അച്ചാറിടാൻ പറ്റിയ സാധനമാണ് ഈ മാങ്ങഞ്ചി. ഒരു മുടക്കൂല ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് അച്ചാറുള്ള പണി നോക്കാം കേട്ടോ. അപ്പോൾ അച്ചാറിടാൻ കഴുകി വൃത്തിയാക്കാം. ഉച്ചയ്ക്ക് പറിച്ചു വെച്ചതേ ഉള്ളൂ. കുറേ വേറെ പരിപാടികളുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആക്കിയില്ല. രാത്രി ആയിട്ടൊന്ന്, രാത്രിയാണ് നമ്മൾ അച്ചാറിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, വൃത്തിയാക്കുക, അരിയുക, അച്ചാറിടുക കേട്ടോ. അപ്പോൾ മാങ്ങഞ്ചി കുളിക്കലൊക്കെ കഴിഞ്ഞോ? ഇനിയിപ്പോൾ എന്താ കുളിക്കണേ? മാങ്ങഞ്ചി അരിഞ്ഞു കഴിഞ്ഞു. ഇനി അച്ചാറക്ക് വെളുത്തുള്ളി അരിയാണ് അല്ലേ? ഇവിടെ ഒരു പുതിയ ആളുണ്ട് കേട്ടോ, വെളുത്തുള്ളി നന്നാക്കുന്ന ആള്. അപ്പോൾ ഇന്നലെ രാത്രി അരിഞ്ഞ മാങ്ങഞ്ചി നമുക്ക്
അച്ചാർ വയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാത്രി, അതായത് ഇന്ന് രാത്രിയാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. വാ, ഇനി അച്ചാർ ഉണ്ടാക്കുന്ന ഇതിലേക്ക് പോവാം. കഴിക്കണം അല്ലേ? ഇടണമെങ്കിൽ ആദ്യം ലേശം വെള്ളം തിളപ്പിക്കണം. വെള്ളം വെച്ചു. അപ്പൊ ഇനി വെള്ളം ചൂടായിട്ട് തിളയ്ക്കുമ്പോ ഇതായിരിക്കും വാരിടുക. തിളച്ച വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുക. ഇതിനൊരു എന്താ പറയാ, ഒരു ആസിഡ് പോലെ ഒരു പുളിപ്പ് പോലെ ഉണ്ടാവും. അപ്പോഴേ അമ്മ അവിടെ അച്ചാർ ഉണ്ടാക്കുകയാണേ. നമ്മള് മുട്ട റോസ്റ്റിനുള്ള കറിവേപ്പില ഇതാട്ടോ. അമ്മേന് മുളക് പൊടി ഇടുന്നുണ്ടോ? വാടിയായിരുന്നു. അപ്പോ ഉള്ളിവാസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അച്ചാറിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ചൂടുവെള്ളത്തേക്കിട്ടുള്ള മാങ്ങഞ്ചി കേട്ടോ നമ്മളിനി നേരെ മാറ്റിയാണ്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഇടുന്നത് കേട്ടോ, നല്ലെണ്ണല്ല. അല്ല, അത് വ്യത്യാസം എന്താ തമ്മില്? നല്ലെണ്ണയിലാവുമ്പോ ടേസ്റ്റ് കൂടും. അപ്പൊ ഇത് കേടുവല്ലോ? അത് കേടില്ല, അത് വെളിച്ചെണ്ണ കാറിൽ വരും. കടുക് വറക്കാൻ നീ എന്ത് ചെയ്യാ? കടുക് കടുക് ഇടാൻ പോകുന്നു സുഹൃത്തുക്കളെ. കടുക് മാറ്റി കറിക്കും തെറിക്കൊക്കെ ചെയ്യാം. ഇടാൻ പോകുന്ന സുഹൃത്തുക്കളെ നോക്കിക്കോളൂ. നോക്കിക്കോട്ടമ്മ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. അപ്പൊ നമുക്ക് കൊടുക്കാം. ഇതിനായിട്ട് കേട്ടോ മാങ്ങഞ്ചി ഇട്ട് കൊടുക്കാണേ. മാങ്ങഞ്ചി അച്ചാറൊക്കെയുള്ള മാങ്ങഞ്ചി ഇടാൻ പോവാണ്. ഇടാൻ പോകും. ആവശ്യത്തിന് ഉപ്പ്. പക്ഷെ അത് എത്രയാണെന്ന് എനിക്കറിയില്ല. എത്രയാണ് ആവശ്യത്തിന് ഉപ്പ്? അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മെയിൻ സാധനം അച്ചാർ പൊടി കേട്ടോ. അച്ചാർ പൊടി ഇവിടെ എത്ര അളവുണ്ട്? വെച്ചിട്ടേ ഫുള്ളിടാം. കുറച്ചുണ്ട്, ഒരു ചെറിയ അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ വിനാഗിരി കേട്ടോ. ശരിക്കും വിനാഗിരി ആട്ടെ അച്ചാർ ടേസ്റ്റ് ആണോ അവിടെ തീരുമാനിക്കുന്നത്. ഏറി പോയാൽ കൊളാവും, കുറഞ്ഞു വരും കൊളാവും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ചാർ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. എത്ര വേണം? ഒഴിക്കാതെ പിന്നെ കുറെ ഒഴിക്കാൻ പറയാം. കറി വയ്ക്കുന്നത് അച്ചാർ കറി. നീര് വേണ്ടേ? അപ്പൊ അച്ചാറിന് ഏരു കുറവാണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ പരാതി തീർക്കാം. ഇത്ര മതിയോ? അപ്പൊ ഇത്ര അച്ചാറല്ല കേട്ടോ, മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇടുന്നൊക്കെ റേറ്റ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പോയി കൊടുക്കും. കഴിഞ്ഞല്ലോ വേണോ? ഇവിടെ നല്ല പ്രത്യേക സ്മെല്ല് തിന്നു. അപ്പോൾ ഞാൻ മേൽനോട്ടം കൊടുത്ത് അമ്മ ഉണ്ടാക്കിയ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങഞ്ചി സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. വെളുത്തുള്ളിയാണ് നമ്മൾ മെയിനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ നല്ല അടിപൊളി അച്ചാർ. നമ്മുടെ പറമ്പിലുണ്ടായ 10 പൈസ മുടക്കില്ലാത്ത അച്ചാറാട്ടത്, മാങ്ങഞ്ചി അച്ചാർ. അപ്പോൾ സുർക്ക
മുളക് പൊടി അച്ചാർ പൊടി ഒക്കെ മാങ്ങഞ്ചിന്റെ കാര്യം പറഞ്ഞത് 10 വയസ്സ് മുടക്കിലൊക്കെ മാങ്ങഞ്ചി കിട്ടിയതാണ്. എന്നാ ഞാൻ ഗ്യാസ് ഓഫ് ആക്കി മതി. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കട്ടോ. നമ്മൾ ഇന്ധനം വെറുതെ അറിയാൻ പാടില്ല, ഗ്യാസിനൊക്കെ പെരും വിലയാണ്. അപ്പോൾ നമ്മുടെ അച്ചാറുണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.